ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. ഒരു ദിവസത്തെ മൊത്തത്തിൽ ഇല്ല, ഒരു ഈവനിങ് വരെയുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഒന്നും മുപ്പർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നല്ല രീതിയിൽ ചിരിയും കളിയൊക്കെ ആയിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത്. ചില ദിവസം ആരെയും കണ്ടിട്ടില്ലെങ്കിൽ നല്ല കരച്ചിലായിരിക്കും. ഇപ്പോൾ നമ്മളൊക്കെ അടുത്തുള്ളതൊന്നും കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ എണീറ്റ് പാടി പുറത്തൊക്കെ കൊണ്ടുപോയി പിന്നെ ഓരോ കാഴ്ചകളൊക്കെ കാണിക്കും. എന്നെങ്കിൽ പക്ഷികളൊക്കെ ഉണ്ടാവും. അവിടെ ഫ്രണ്ടിൽ ഫുൾ കാടാണ്. അപ്പോൾ അവിടേക്ക് പക്ഷികളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് അങ്ങനെയൊക്കെ ഓരോ നോക്കും. പിന്നെ ചെടികളും പിന്നെ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എഴുന്നേറ്റുപാട് അധികം പുറത്തേക്കാണ് വരിക. എഴുന്നേറ്റ് പാട് കൊണ്ടുവരുന്നതല്ല, എഴുന്നേറ്റ് പാലൊക്കെ കുടിച്ചു അപ്പോഴത്തേക്ക് അവളെ അപ്പി ഇട്ടേണ്ട ടൈമാവും. ഈ അപ്പിയൊക്കെ ഇട്ടിട്ടതിന് ശേഷമാണ് പുറത്തേക്ക് വരുന്നത്. പുറത്ത് വന്നിട്ട് എല്ലാവിടെയും ഒന്ന് നോക്കും, എന്തൊക്കെയാണ് എവിടെയൊക്കെ എങ്ങനെ കാണാനുള്ളത്. പിന്നെ എല്ലാം മൊത്തത്തിലൊരു നോട്ടമായിരിക്കും ഇടയ്ക്ക്. പിന്നെ പുറത്തേക്ക് നോക്കും, പിന്നെ വരാന്തയിൽ എന്തൊക്കെയാണ് ഉള്ളത്, പിന്നെ മുകൾ സീലിങ്ങിൽ ഇങ്ങനെ ഓരോ നോക്കി ഇങ്ങനെ ഓരോ കാഴ്ച അധികം ഇങ്ങനെ ഓരോ ദിവസം അവർക്ക് തോന്നുന്ന പോലെ ആയിരിക്കും. പിന്നെ ഇരുന്ന് ഒരേ കളിയായിരുന്നു. കുറച്ച് സമയം ഇങ്ങനെ പ്ലേ ടൈമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. ഇങ്ങോട്ടേക്ക് തീതു. കുറേ സമയം ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചു. പിന്നെ ഞാനും മോളും കൂടിയിട്ട് ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അവളോട് അമ്മ എന്നൊക്കെ വിളിക്കാൻ പറഞ്ഞു. ചില സമയത്ത് അമ്മ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ റെസ്പോൺസ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം അവൾക്ക് ഈ ടേബിളിൽ അവളെടുത്തിരിക്കുന്ന ബാറ്റ് കണ്ടുകൊണ്ടുള്ള രീതിയിൽ അങ്ങോട്ടും നോക്കി പോയാലാണ് പരിപാടി. അതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓരോ ദിവസം എഴുന്നേൽക്കുന്നതായിരിക്കും ഭാവിയുടെ മൂടുണ്ടാവുക. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു, അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുന്നേ ഒരു 11:30-12 മണി ആ ടൈമിലുള്ള ഒരു ഉറക്കമാണിത്. ഞാനൊരു കുഞ്ഞ് ഭാവക്ക് പറ്റിയൊരു ബേബി ബെഡുണ്ട്. ആ ബെഡിലാണ് ഭാവി അധികം ഉറങ്ങാറ്. അതിനാകുമ്പോൾ ഒരു മോസ്കിറ്റോ നെറ്റ് ഉണ്ട്. ഇതിനിങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുന്നത്. അതാകുമ്പോൾ നമുക്ക് കൊതുകൊന്നും ഇല്ലാണ്ട് കുട്ടികൾ ഈ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ കൊതുകൊന്നും കടിക്കാണ്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ, എന്നിട്ട് 2 സൈഡിലും പില്ലോ വെച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ലല്ലോ. ഒരു 10-15 അരമണിക്കൂർ അത്ര സമയം മാത്രമേ ഉറങ്ങൂ. അപ്പോൾ വേഗം ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല മൂഡിലാണ് ഉറക്കം കഴിഞ്ഞിട്ട്
കഴിഞ്ഞിട്ടുള്ളത്. ചിരിയും കളിയൊക്കെ ആയിരുന്നു. വാവക്കുള്ള ഫുഡ് കൊടുക്കുകയാണ്. ഡ്രസ്സിലാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കഴുത്തിൽ ഈ ഒരു ടാഗ് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ വാവക്ക് 6 മാസം പൂർത്തിയായിട്ടില്ല ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. പക്ഷേ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ വാവക്ക് 6 മാസം പൂർത്തിയായതിനു ശേഷം ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ. ഇവർക്ക് കുറച്ച് പാല് കുറവായതുകൊണ്ടാണ് 6 മാസത്തിന് മുമ്പേ നമ്മൾ ഫുഡ് കൊടുത്തത്. മുത്താറിയും ഗോതമ്പും പഴമൊക്കെ കൊടുത്തതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ മുത്താറിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മുത്താറി അരച്ചിട്ട് കാച്ചിയെടുത്തതാണ്. ഇതിൽ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കുടിക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ. വേഗമൊന്നും കുടിക്കില്ല. കുടിക്കാൻ ഭയങ്കര മടിയാണ്. ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ടേസ്റ്റൊന്നും കുട്ടികൾക്ക് അറിയില്ലെങ്കിലും പിന്നെ ആദ്യം കൊടുക്കുന്നതായത് കൊണ്ടായിരിക്കാം അത്ര വലിയൊരു ഇൻട്രസ്റ്റ് കുറവാണ്. അതുപോലെ ആദ്യം ഒക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു നേരം മാത്രമേ ഫുഡ് കൊടുക്കാറുള്ളൂ. ഒരു 12 മണി ഈ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ടൈമിലിപ്പോൾ ഫുഡ് കൊടുക്കുന്നത്. ഒരു നേരം മാത്രമാണല്ലോ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അവർക്കൊക്കെ തെളിഞ്ഞ് പാല് കുടിച്ചിട്ട് വരുന്ന സമയത്താണെങ്കിൽ ഫുഡ് കഴിക്കാൻ അല്പം മടിയായിരിക്കും. നല്ല വിശന്നിരിക്കുന്ന സമയത്താണെങ്കിൽ കുറച്ചങ്ങ് സ്പീഡിൽ ഫുഡ് കഴിക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മൂപ്പര് കുളിക്കാൻ പോവുകയാണ് കേട്ടോ. കുളിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എണ്ണയൊക്കെ തേച്ചിട്ടാണ് കുളിക്കുന്നത്. എണ്ണയൊക്കെ തേച്ച് കുളിക്കുക തന്നെ വലിയ ഇഷ്ടമാണ്. പിന്നെ കുളിക്കാൻ അങ്ങനെ മടിയുള്ള കൂട്ടത്തിലല്ല, നല്ല ഹാപ്പി ആയിരിക്കും ആള്. പക്ഷെ കുളിച്ച് കഴിഞ്ഞ് തോർത്ത് ഡ്രസ്സ് ഇടുക എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് നല്ല മടിയുള്ളൊരു കാര്യമാണ്. ഭയങ്കര കാഴ്ചയൊക്കെ ആയിരിക്കും ഒരു ദിവസം. എല്ലാ ടൈമും വെച്ച് കൊടുക്കില്ല. രാത്രി ഉറങ്ങാൻ വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് രാവിലെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ടൈമും വെച്ച് കൊടുക്കും. ചിലപ്പോൾ ഈവനിങ് ഗ്യാപ്പിട്ടിട്ടാണ് വെച്ച് കൊടുക്കുക. കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഫ്രീ ആക്കി വരും. ഡ്രസ്സൊക്കെ നമുക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരാൾ മുമ്പ് നിങ്ങൾ ചിരിച്ച് കളിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്.
ബാബക്ക് ഹോസ്പിറ്റലിൽ ജനിച്ച ടൈമിൽ തന്നെ ഒരു തന്നിട്ടുണ്ടായിരുന്നു. 1 വയസ്സ് വരെ ഡോക്ടർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡെയിലി കുളിച്ചതിന് ശേഷം എപ്പോഴും ഞാനതിൻ്റെ റുട്ടീനായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ